നമ്മൾ പുറത്ത് പോകട്ടെ. എൻ്റെ അമ്മ ഒടുക്കത്തെ വെയില് പറഞ്ഞ കൈയിടിച്ചു. ഒടുക്കത്തെ വെയിലാട്ടോ. കൊടയൊക്കെ പിടിച്ചിട്ടാണ് പോണേ. അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു സെൽഫ് കെയർ എന്ന രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, നമുക്കൊരു സന്തോഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ വീടാണെങ്കിൽ മാറിയിട്ടുണ്ട്, ഫ്ലാറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആണെങ്കിൽ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. എനിക്കറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഭാഗത്തെ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നത്. എനിക്കറിയില്ല ഇതാണോ എനിക്കറിയില്ല. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ കാത്തിക്കാം കേട്ടോ, അപ്പോൾ ബസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു സലൂണാണ്. ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട്, ഞാൻ 2 സലൂൺ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ ഏതാണ് എനിക്കിഷ്ടമായി അവിടെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. ഞാൻ പറഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ നിൽക്കുന്ന സമയത്ത് ഒടുക്കത്തെ മടിയായിരുന്നു, ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഭയങ്കര വെയിലും കാര്യങ്ങളും. പിന്നെ അവിടെയാണെങ്കിൽ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്നുറങ്ങാനേ തോന്നും കേട്ടോ. ഭയങ്കര ഇഷ്ടം എനിക്ക് ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ. അപ്പോൾ ഇതേ ബസ് സ്റ്റോപ്പ് വന്നിട്ടുണ്ട്. ചോദിക്കട്ടെ, അല്ല ബസ് സ്റ്റോപ്പല്ല, ബസ് വന്നിട്ടുണ്ട് നമ്മളുടെയിലേക്കല്ല. ഇതേ നമ്മൾ ബസ് കാത്തുക്കാട്ടോ. ഇവിടെ എന്താ എനിക്ക് ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് കാത്തുക്കാണെങ്കിൽ കുറേ നേരം നിൽക്കണം കേട്ടോ ബസ് വരാൻ വേണ്ടിയിട്ട്. അവിടെയാണെങ്കിൽ എവിടെ പോവുകയാണെങ്കിലും ഇത് തന്നെ ഇവിടെ പരിപാടി. അത് മര്യാദയ്ക്ക് ടൈം നോക്കിയാലും ചില സമയത്ത് ഭയങ്കര ലേറ്റായിട്ടാണ് വരാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ വെയിലൊന്നുമില്ല, ഇവിടെ നിറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കാം. എൻ്റെ കറണ്ട് ഹെയർ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ അത് വെച്ച് ചെയ്ത കൊള്ളാവുമെന്ന് എനിക്ക് എന്താ തോന്നണേ. എൻ്റെ അമ്മ എത്ര നേരം എന്നറിയപ്പോൾ ബസ് കാത്തിക്കണേ, 10-20 മിനിറ്റ് ഇത്ര നേരം ബസ് വന്നിട്ടില്ല കേട്ടോ. ബസ് എന്നെ പറ്റിച്ചു ഗായ്സ്. അപ്പോൾ ഞാനിവിടെ ഇരിക്കാൻ ഒരു 5 മിനിറ്റ്സും കൂടി കണ്ടിട്ട് ബസ് കണ്ടില്ലെങ്കിൽ ടാക്സി വിളിച്ച് പോകാനാണ് കേട്ടോ പ്ലാൻ. ഇവിടെ നിന്ന് കുറച്ചുള്ളൂ, പിന്നെ അവിടെ നിന്ന് നടക്കാനും കുറച്ചുള്ളൊരു 5 മിനിറ്റ് ഉള്ളൂ ശരിക്കും നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് ഒരു റൗണ്ട് അബൌട്ട് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടെ അങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന എനിക്കറിയില്ല, ആരും കണ്ടിട്ടില്ല അങ്ങനെ നടന്നു പോകണത് ഇവിടെ നിന്ന്. അപ്പം അറിയില്ല. അപ്പോൾ ഒരു 5 more മിനിറ്റ്സും കൂടി വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനി ക്യാബ് ബുക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബസ് ഇത് എത്തിയിട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ബസ് വന്ന്. അവസാനം ഏട്ടൻ ക്യാബ് ബുക്ക് ചെയ്ത് തരാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോൾ നോക്കുമ്പോഴേക്കും ബസ് വന്നു കേട്ടോ. ഇവിടെ നിന്ന് ഒരു സ്റ്റോപ്പാണ് ഉള്ളത്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത സംഭവം ശരി ഇവിടെ ഇപ്പോൾ പോവാട്ടോ, ഇറങ്ങാൻ പോവാണ്. ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. ബസ് വെയിറ്റ് ചെയ്താലും എത്താൻ 5 മിനിറ്റ് പോലും വേണ്ട, 1 മിനിറ്റിലാണ് ഞാനിവിടെ എത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയത് ഇവിടെ റോയൽ വെൽനസ് സ്പാ ഉണ്ട്, അതിൻ്റെ ബാക്ക് സൈഡിലാണ്. എൻ്റെ ഫ്രണ്ടും ഉണ്ട്, അവളും ഇവിടെ പ്രൊഡക്ഷൻ സിറ്റിയിലാണ്. പക്ഷേ കണ്ടിട്ടില്ല, ഒരു ദിവസം അവളും കാണാൻ പോകണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിലാട്ടോ. ഞാൻ മുന്നേ പോയിട്ടുള്ള സലൂണിൽ തന്നെയാണ് പോകാമെന്ന് വിചാരിക്കണേ, കാരണം അവർ നല്ല രീതിയിൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇനി പുതിയ സ്ഥലത്ത് പോയിട്ട് എനിക്കറിയില്ല, കൊള്ളായി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ തന്നെ പോവാം. സ്പായും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെന്നും പോണ സ്ഥിരം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ത്രെഡ് ചെയ്യാൻ പോവാം കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റില്ല, ത്രെഡിങ് ഒക്കെ അടിപൊളിയായിട്ടാട്ടോ ചെയ്ത്, നല്ല സൂപ്പറായിട്ട് ചെയ്തു. അതായത് കുറേ ടൈം എടുത്ത് നന്നായിട്ട് എല്ലാം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത്. ചിലവരൊക്കെ ത്രെഡിങ് എന്ന് പറയുമ്പോൾ വെറുതെ എന്തോ ഒരു പണി ചെയ്ത് കഴിഞ്ഞ പോലെ ചില ഭാഗത്തൊന്നും പുരുകുണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ സലൂണും പിന്നെ വേറൊരു സലൂണും സെയിം ബിൽഡിങ്ങിന് തന്നെയാണ്. അപ്പം ഞാനിത് 2-3 കൊല്ലം മുന്നേ ഫസ്റ്റ് ടൈം, 2-3 കൊല്ലം മുന്നേ തന്നെ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ ഹെയർ കളറും ഭയങ്കര ഷോർട്ടായിട്ട് ഹെയർ കളറൊക്കെ ചെയ്തത് ഇവിടെയായിരുന്നു കേട്ടോ. പിന്നെ ത്രെഡ് ചെയ്യാൻ വന്നതും ഇവിടെയായിരുന്നു ഫസ്റ്റ് ടൈം. അങ്ങനെ ഇത് ചെയ്ത് നോക്കിയപ്പോൾ ആൾ പെർഫെക്റ്റ് ആയിട്ട് ഓരോന്നും എനിക്ക് കാട്ടി തന്ന് അടിപൊളിയായിട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫിക്കേഷൻ ആയിട്ടോ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം. ഇവിടെ ഉള്ളവരാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയോ കേട്ടോ, നല്ല കമ്പനിയാണ്, നല്ലതാണ്. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ ഓരോന്നും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ നോക്കി ബാക്കിയുള്ള ഓരോ ഹെയറൊക്കെ ഞാൻ നോക്കുമ്പോൾ ആള് നമ്മൾ ട്വീസറൊക്കെ എടുത്തിട്ട് പറിച്ച് കളയുണ്ടായിരുന്നു കേട്ടോ. അവിടെ പിന്നെ തിരക്കുള്ളതുകൊണ്ട് എന്നെ കിടത്തിയിട്ടൊക്കെയാണ് ചെയ്തത് ത്രെഡിങ്ങൊക്കെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. നാട്ടിൽ ഞാനൊരു സ്ഥലത്ത് പോകാറുണ്ട്, അവിടെ ഇതുപോലെ പക്കയായിട്ടാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഇവിടെയും അതെ,
ഭയങ്കര അടിപൊളിയായിട്ട് നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടാട്ടോ ചെയ്തത്. ഇത് അങ്ങനെ ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പി അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതേ ആളും വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മൾ ഹെയർ കട്ടിന് വന്നേക്കാണ്. അപ്പം ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ ഹെയർ കട്ട് എങ്ങനെയാണ്. അപ്പം ഞാനാണെങ്കിൽ അധികം ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കുറച്ച് കർട്ടൺ ബാങ്ക്സ് മാത്രം കട്ട് ചെയ്തിടാന്ന് വിചാരിച്ച. അടിയിലത്തെ ലെങ്ത്തൊന്നും കളഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ ആണെങ്കിൽ ഈ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ഭാഗത്തെ ഹെയർ കുറച്ച് വേവി ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ബാക്ക് കോമ്പും കാര്യങ്ങളൊക്കെ കൂടുതൽ ആണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആള് പറഞ്ഞു അതുകൊണ്ടല്ല, എൻ്റെ നാച്ചുറൽ ഹെയർ ഇങ്ങനെ, സത്യത്തിൽ എൻ്റെ നാച്ചുറൽ ഹെയർ അത്രയ്ക്ക് വേവി ഹെയർ അല്ല, ബട്ട് ഇതെന്താ എങ്ങനെയാന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ്റെ ഹെയർ ഉണ്ട്, ഒരു ഷാര. അവളുടെ മുടി പറഞ്ഞ ഭയങ്കര കോല മുടിയാട്ടോ. ബട്ട് അവളിപ്പോൾ എന്തോ ഹെയർ കട്ടൊക്കെ ചെയ്തതിന് ശേഷം അവളുടെയും ഹെയർ ടെക്സ്ചർ ആകെ മാറി. എന്താണെന്നറിയില്ല, കോലമുടിയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ചേഞ്ച് കേട്ടോ. എൻ്റെ ഭയങ്കരമായിട്ട് എന്താ പറയുക വേവി അങ്ങനെയല്ല, എന്നാലും ഒരു ഇത്തിരി വേവി പോലെ. അപ്പം ഞാൻ പറയായിരുന്നു കുറച്ച് ഹെയർ കട്ട് ചെയ്താൽ മതി, അധികം കട്ട് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് സൈഡിൽ ഇടാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ കുറേ നാളായി, ഇപ്പം അടുത്ത് കട്ട് ചെയ്തപ്പോൾ ഇത്തിരി കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി കൂടിയും കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട്. ഭയങ്കര ഷോർട്ടും അല്ല ഭയങ്കര ലോങ്ങും അല്ല, മിഡിലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. ആൾക്കാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര കമ്പനിയാണ് ഇത് ആട്ടോ. ശരിക്കും ഓണർ ഷോപ്പിലത്തെ ഭയങ്കര കമ്പനിയാണ്, അടിപൊളിയാണ്. നമുക്ക് മരിക്ക കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളിങ്ങനെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആളോട് സംസാരിക്കും, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഇതാണെങ്കിൽ എനിക്കിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ വേറൊരു റെഫറൻസ് പിക്കൊക്കെ കാട്ടി കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാട്ടോ കൊടുത്തത്. അപ്പോൾ ആൾ പറഞ്ഞു അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും, എനിക്ക് കട്ട് ചെയ്ത് തരുന്നതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുള്ളൂ. ബട്ട് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഞാൻ റെഫറൻസ് പിക്കിൽ കാട്ടിത്തരാം കേട്ടോ. ഈ പിക്കും പിന്നെ വേറൊരു പിക്കാട്ടോ കാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റിയില്ല, അറിയാം. കാരണം അത് നന്നായിട്ട് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്താലൊക്കെയാണ് അതുപോലെ കിടക്കുള്ളൂ. അപ്പം എനിക്ക് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ഒന്നും കിടന്നാൽ മതി, അങ്ങനെയുള്ള രീതിയിലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതുപോലെ ആൾ വിചാരിച്ചു അതുപോലെയാണ് ഹെയർ കട്ട് എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അതുപോലെ വേണ്ട, ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ഒന്ന് ഇട്ടെന്നാൽ മതി എന്നുള്ള രീതിയിൽ. എപ്പോഴും ഞാൻ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ മേലോട്ട് വലിച്ചു കയറ്റിയിട്ടാട്ടോ കെട്ടാറ്. അപ്പോഴാണെങ്കിൽ നമുക്ക് ഫോർ ഹെഡിൽ ഹെയർ തീരെ ഇല്ലാത്ത പോലെ തോന്നാറുണ്ട്. അപ്പം ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പോണ്ടയിൽ ഇട്ടാലും സൈഡിൽ രണ്ടു ഭാഗത്ത് ഇങ്ങനെ കിടക്കുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പം അങ്ങനെ ദേ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. പിന്നെ അവിടെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ ഇതാട്ടെ ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൽ കണ്ടോ കുറച്ച് വേവി ആയിട്ട്. അപ്പോൾ ആളാണെങ്കിൽ കെയർഫുള്ളായിട്ട് ഓരോ സെക്ഷനും എടുത്തിട്ട് എനിക്ക് എത്ര വേണ്ടത്. ഞാൻ ആദ്യം ആൾ കുറേ ഹെയർ എടുക്കണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ അത്രയും ഹെയർ പോവോ വിചാരിച്ച് എനിക്ക് ആകതായിട്ടോ. പക്ഷെ ആൾ എനിക്ക് കറക്റ്റായിട്ട് കുറച്ച് ഹെയർ ആയിട്ട് എടുത്തുള്ളൂ. എനിക്കാണെങ്കിൽ പിന്നെ എൻ്റെ ഹെയർ ഷോൾഡർ വരെ പണ്ടത്തെ പോലെ കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു വേണ്ട ചിന്നു ഇപ്പം നന്നായി കിടക്കുന്നുണ്ട്. പിന്നെ എനിക്കും തോന്നി ഇനി ഷോൾഡർ വരെ വെട്ടിയിട്ടൊക്കെ എന്താ പറയുക നമുക്ക് ഈ പ്രായത്തിലൊക്കെയാണ് അങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നടക്കാൻ പറ്റുള്ളൂ. ബട്ട് ഞാൻ വിചാരിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പോൾ ആ പോവാൻ നിൽക്കണേക്കാട്ടും മുന്നേ അത് കൊള്ളായിട്ട് പിക്സൊക്കെ എടുക്കുന്ന സമയത്ത് വൃത്തികേടാവണ്ട വിചാരിച്ചിട്ട് ആ വക വേഷം കെട്ടൊന്നും ഞാൻ കാട്ടാൻ നിന്നില്ല. അടിഭാഗത്തും അങ്ങനെ അതൊന്നും ഞാൻ ഇതാക്കിയില്ല. പിന്നെ ഞാൻ ആളോട് ഓരോ വിശേഷങ്ങളും മീൻസ് ആളുടെ മുഖത്ത് എന്തോ പറ്റിയിട്ടുള്ള പോലെ. മുന്നാണെങ്കിൽ നോക്കുമ്പോൾ ഫേസൊക്കെ ഭയങ്കര ക്ലിയർ സ്കിന്നാണ്. അപ്പം ചോദിച്ചു എന്തു പറ്റി, ഫേസൊക്കെ അടിപൊളിയായിരുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പം എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ എന്തോ ആൾക്കെന്തോ വയ്യായി എന്തോ വന്നപ്പോൾ അങ്ങനെ ആയാ പറഞ്ഞു. ഇനി കാണുമ്പോൾ അടിപൊളിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ സംസാരിച്ചിരിക്കാൻ തൊട്ട്. ആൾ പിന്നെ എനിക്ക് ഓരോ സജഷനും കാര്യങ്ങളൊക്കെ പറയായിരുന്നു. ആളുടെ ഹെയർ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു റെഡല്ല ഒരു ചെറിയ കളറാട്ടോ ആളുടെ ഹെയർ കളർ. എനിക്ക് ഒരു പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഭയങ്കര ഇൻസ്പയർഡ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു റെഡ്. ഇപ്പം ആളാണെങ്കിൽ അത് കണ്ട് ഈ കളർ ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കളറ്. എന്താണെന്നറിയില്ല എനിക്ക് ബ്ലോണ്ട് കളർ അങ്ങനത്തെ കളറൊക്കെ ബാക്കിയുള്ളവരൊക്കെ അടിച്ചിരിക്കണം കാണാമെങ്കിലും എനിക്ക് പേഴ്സണലി ചെറുപ്പം മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 5th-ലോ 6th-ലോ പഠിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അപ്പോൾ എന്താ പറയുക അവരിങ്ങനെ നമുക്കിങ്ങനെ പാക്കറ്റിലൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഹെയർ കളറും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ.
അപ്പം ഞാൻ അവിടെ വേഷം കെട്ട് കാട്ടിയിട്ട് എനിക്ക് കുറച്ച് ചെറുപ്പത്തിൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇത്തിരി. അപ്പോൾ എന്താ പറയുക, അത് ഏത് കളർ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓൾറെഡി ചെമ്പമുടിയായിരുന്നു, അതിൻ്റെ ഒപ്പം ഇങ്ങനെ ഇത്തിരി ലൈറ്റായിട്ട് അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അപ്പം മുതൽ ഹെയർ കളർ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വലുതായപ്പോഴാണ് ശരിക്കും ഹെയറിൽ ഇങ്ങനെ കളറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു തുടങ്ങിയത്. പിന്നെ അത് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനെപ്പോഴും ഞാൻ മുന്നേ ബ്ലോണ്ട് കളറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് എന്താവോ അമ്മയ്ക്കൊന്നും ഇഷ്ടമില്ല അങ്ങനത്തെ കളറ്. ആരടിച്ചാലും അമ്മയ്ക്ക് അങ്ങനത്തെ ഇഷ്ടേ അല്ല. പക്ഷെ എനിക്ക് എന്താവോ അതടിച്ചിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ തോന്നിയിട്ട് ഞാൻ അവസാനം ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തു കേട്ടോ. പക്ഷെ ഇത് അമ്മയ്ക്ക് ഇഷ്ടമാണ്. അധികം ഫേസിന് ഇതാവില്ല, കുഴപ്പമില്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള തോന്നാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആളോട് കളറും കാര്യങ്ങളും അതിനൊക്കെ കുറിച്ച് ചോദിക്കാറുണ്ട് മുന്നേ. ഇപ്പം എനിക്ക് എന്താവോ ഹെയർ കളർ ചെയ്യണം. കാരണം ഓൾറെഡി ഞാനൊരു പ്രാവശ്യം ഇപ്പം അടുത്ത് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ വ്ളോഗ് കണ്ടതായിരിക്കുമല്ലോ, അടിപൊളിയാക്കിയിട്ട് കൊളാക്കി വെച്ചത്. അപ്പം അതിന് ശേഷം ഞാനിപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ ഹെയർ കളറിനോട് ഇപ്പം എന്താണെന്നറിയില്ല, വലിയ ഇതിൽ ഇപ്പം ഹെയർ കട്ടിനോടാണ്. ഇതിപ്പോൾ ഒരു മാസം മുന്നേ ഒരു ഹെയർ കട്ട് കഴിഞ്ഞുള്ളത്, ഇപ്പം രണ്ടാമത്തെ ഹെയർ കട്ടാണ് ഇപ്പോൾ ഇത്. ഇപ്പം എനിക്കിനി അറിയില്ല, ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് മീൻസ് നോക്കുമ്പോഴാണെങ്കിൽ ഹെയർ നന്നായി ഹെയർ ഫോളും ഉണ്ട് കേട്ടോ. ഒരുവണ്ണം നല്ല കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ജോബിന് പോയതിന് ശേഷം ഹെയർ തീരെ കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതോട് കൂടിയിട്ട് നല്ല ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി വീണ്ടും എന്താ പറയുക, പണ്ടത്തെ പോലെ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആളാണെങ്കിൽ ഹെയർ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിടാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സത്യം പറയുകയാണെങ്കിൽ കുറേ കൊല്ലമായി എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതാക്കിയിട്ട്. കാരണം ഞാൻ ഈ ബോട്ടോക്സും അതുപോലെ തന്നെ സ്മൂത്തൻ്റെ ഹെയർ ആയതുകൊണ്ട് ഈ എന്താ പറയുക, ഇതുപോലെ ഹെയർ നമുക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ട് ഇടാൻ പറ്റില്ല. കാരണം സ്ട്രെയിറ്റ് ആവില്ല, എപ്പോഴായിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് ഇതുവരെയായിട്ട് എനിക്കൊന്നും എന്താ പറയുക സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട്. അപ്പോൾ ആളാണെങ്കിൽ എനിക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വെച്ചു, എനിക്ക് കുറേ നേരം ഇപ്പോൾ കൈ കഴിച്ചപ്പോൾ ഞാൻ അവിടെ വെച്ചപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ആളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടല്ലോ, ആൾ ഭയങ്കര വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ വന്ന സമയത്താണെങ്കിൽ ആൾ എനിക്കൊരു വീഡിയോ വെച്ച് തന്നിട്ടും. ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ എൻ്റെ പണ്ടത്തെ ഞാനൊരു 2 years ബാക്ക് കൂടെ വന്നൊരു ഫസ്റ്റ് ടൈം ഹെയർ കട്ട് ചെയ്ത് ഹെയർ കളർ ചെയ്തിട്ടുള്ള വീഡിയോ എനിക്ക് ആൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ആ ഹെയർ, ഇത് ആളെനിക്ക് അയച്ചു തന്നായിരുന്നു. അപ്പോൾ നീ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ട് ഇതായിരുന്നു. പക്ഷെ ഹെയർ ആ ടൈമിലുള്ള ഹെയർ അടിപൊളി ഹെയർ ആയിരുന്നു. പിന്നെ പൊണ്ണും ഉണ്ടാവണേക്കാട്ടും മുന്നാലോ, അപ്പോൾ ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹെയർ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല അത്യാവശ്യം നല്ല തിക്കിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹെയറും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹെയറിന് അത്രയ്ക്ക് നല്ലതല്ല. ബട്ട് നമ്മൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ടാങ്കിൾ ആവാണ്ടിരിക്കാനും അതുപോലെ തന്നെ അടിപൊളിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ കാട്ടിത്തരായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ നിനക്കിങ്ങനെ 3 സ്റ്റൈലിൽ. അപ്പോൾ ഫ്രണ്ട് ഭാഗം കണ്ടപ്പോൾ ഇത് എന്തൊരു സംഭവം എന്ന് വെച്ചാൽ ആളേക്ക് സൈഡ് ഭാഗം ഇങ്ങനെ കാട്ടിയെന്നാട്ടോ ഇങ്ങനെ കിടന്നിട്ട്. അപ്പോൾ ഇതൊരു സെക്ഷൻ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്തിടാം. പിന്നെ അപ്പം എൻ്റെ മുഖത്തിന് വലിയ തെളിച്ചില്ല കേട്ടോ ആദ്യം കണ്ടപ്പോൾ. പക്ഷെ സൈഡ് ഭാഗം ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഫസ്റ്റ് ഭാഗം നിങ്ങൾക്ക് അങ്ങനെ സ്റ്റൈൽ ചെയ്യാം ആ സൈഡിലേക്ക്. പിന്നെ ഇപ്പുറത്ത് നിനക്ക് സ്റ്റൈൽ ചെയ്യാം. പിന്നെ ഇതുപോലെ ഇങ്ങോട്ട് സ്റ്റൈൽ ചെയ്യാം. അപ്പം ഇങ്ങനെ സ്റ്റൈൽ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ. അതുപോലെ തന്നെ ആ സൈഡിലേക്ക് അപ്പുറത്തേക്കും സ്റ്റൈൽ ചെയ്തിട്ട് ആൾക്ക് കാണുന്നില്ലല്ലോ, നമുക്ക് നമ്മുടെ രീതിയിലായിട്ട് അപ്പുറത്തെ സൈഡിൽ ചെയ്യുമ്പോൾ അല്ലേ നമുക്കിഷ്ടം. അപ്പം പിന്നെ എനിക്ക് ചെയ്ത് തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടമായ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ വീഡിയോസ് എടുക്കലായി, ആളുടെ ഹെയർ കട്ടലായി, ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കലായി. അങ്ങനെ പിന്നെ പോവാൻ നിൽക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ അപ്പോഴേക്കും സംസാരിച്ച് ഭയങ്കര കമ്പനി ആയിട്ടോ ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഇതാട്ടോ എനിക്ക് ഹെയർ കട്ട് ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഷോ എടുക്കാണ്ടിരിക്കില്ലല്ലോ, ഞാൻ കുറച്ച് ഷോ ഒക്കെ കാട്ടി വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോവാട്ടോ. അപ്പോൾ ഇതാട്ടോ ഷോപ്പിലുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയും അടിപൊളിയാട്ടോ. നമുക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ട് നമുക്ക് ചെയ്തിട്ട് പോവാട്ടോ. അപ്പോൾ ആള് ഹാപ്പി ആയിട്ട് പറഞ്ഞു കിട്ടു. പിന്നെ എൻ്റെ ഷോ അപ്പോഴും തീരണില്ല. എനിക്ക് എന്തോ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണ്ടേ
ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചെറുപ്പം മുതലേ എന്നെ ഇങ്ങനെ സലൂണിൽ പോയിട്ട് ഇങ്ങനെ ഷോർട്ട് ഹെയർ മാമാട്ടുകുട്ടിയമ്മയുടെ പോലെ എന്നെ ഇങ്ങനെ വെട്ടിത്തരും. അതുപോലെ തന്നെ കഴുത്തിന് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ വെട്ടിത്തരും. എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ നമ്മളിതേ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞതേ പോവാട്ടോ. ഭയങ്കര സന്തോഷമായി. എന്താണെന്നറിയില്ല, എനിക്ക് എപ്പോഴും ഹെയർ കട്ട് ചെയ്യൂ പറഞ്ഞാൽ എനിക്കറിയില്ല, ഒരു പ്രത്യേക സന്തോഷമാണ്. സ്കിൻ കെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിഷ്ടമുള്ള ഒരു കാര്യം ഹെയർ കെയറാണ്. ഹെയർ കട്ടും ഹെയറിൽ എന്ത് പരിപാടി ചെയ്താലും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ സ്കിൻ കെയറും ഭയങ്കര ഇഷ്ടപ്പെടുക. ഇപ്പം അടിപൊളിയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാട്ടിത്തരാം. ഞാനിവിടെ വന്നിട്ട് അങ്ങനെ പോയിട്ടില്ല. എന്തായാലും ബസ് ഇപ്പോൾ ഓർമ്മ ഞാനിങ്ങനെ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പോയി. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ കാട്ടിത്തരാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അടുത്ത് പോയിട്ട് കണ്ടോ, ശരിക്കും ഈ സൺ കൊണ്ടുകൊണ്ട് എനിക്ക് തോന്നണില്ല എനിക്ക് UV റേഡിയേഷൻ അടിച്ചതാവുന്നു. കാരണം നല്ല നല്ല വെയിലാണ്. ഈ വെയിൽ ഇളം വെയിൽ കൊള്ളാന്നല്ല പറയാറുണ്ട്. ഞാൻ കുട പിടിച്ചിട്ട് അടിപൊളിയാണ്. പിന്നെ ഞാൻ ഒരു ദിവസം നമ്മുടെ ഹോം ടൂർ കാട്ടി തരാം കേട്ടോ. ഇപ്പോഴത്തെ വീട് അവിടെയായിട്ട് ബസ് വന്നാൽ ഇവിടേക്കാണ് ബസ് വരാം. പിന്നെ ഈ ഹോം ടൂർ ഒരു ദിവസം കാട്ടി തരാം. ഇപ്പോഴത്തെ വീട് അടിപൊളിയാണ്, ഭയങ്കര സൂപ്പറാണ് കേട്ടോ. അതും കാട്ടിത്തരാം. ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ളൊരു വീടാണ്. അതും കാട്ടിത്തരാം. അപ്പോൾ അതേ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കാം കേട്ടോ. അപ്പോൾ എന്നെ നിൽക്കുന്നിടത്താണ് ബസ് സ്റ്റോപ്പ് എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതേ വീട്ടിലേക്ക് പോകാട്ടോ. ബസ്സിൽ കയറി പോവാണ്. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് രാവിലെ കണ്ട പോലെ തന്നെ ആവും. അത്രയ്ക്ക് വൃത്തികേടാവില്ല. നമ്മൾ വേറെ കട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ഡ്രയർ കൊണ്ട് ഇതാക്കി കഴിഞ്ഞാൽ സെറ്റാക്കാം. പിന്നെ ഇവിടെ ഇത്തിരി കേളിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ഇയർ ടു ഇയർ ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ മുടി വെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പട്ടിഷോ കാട്ടല് എനിക്ക് മാത്രമല്ല എല്ലാ പെൺപിള്ളേർക്കുള്ളതാലോ. അപ്പം ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, പിന്നെ സൈഡിലേക്ക് ഇടാം, 3 ഇതിലിടാമെന്ന് പറഞ്ഞാൽ. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടാണ്. വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഈരി സെറ്റ് ചെയ്ത് നോക്കണം. അതാണ് നമ്മളുടെ ഫ്ലാറ്റ് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് കിടക്കാണ്. എനിക്ക് മുന്നത്തത് അവിടെ ആയിരുന്നു. അവിടുന്ന് കുറച്ച് മാറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലേ ഏരിയ, കുറേ പ്ലേ ഏരിയ ഉണ്ട്. പൊണ്ണു ബാബിക്ക് അവിടെ ആർമാദിച്ച് കളിച്ച് തുള്ളി പോവാം. അപ്പോൾ ഇത് നമ്മളിനി ക്രോസ് ചെയ്ത് പോവാട്ടോ. അങ്ങനെ വീടെത്താറേ. ഭയങ്കര വിശപ്പ്. ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. ഭയങ്കര വിശപ്പ് എന്താണെന്നറിയില്ല. ഇനി പോയിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ തട്ടണം. ഇപ്പം എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കറികളൊന്നും വേണ്ട. മുന്നേ ഞാൻ ഭയങ്കര കിന്നക്കറി വേണം, നിലത്തിനുള്ളോ അങ്ങനെയാണ് ഇങ്ങനെ. അപ്പം അങ്ങനെയൊന്നുമില്ല. ലൈറ്റായിട്ട് എന്തെങ്കിലും ഇപ്പോൾ പൊട്ടറ്റോ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ഫ്രൈ ഒക്കെ മതി എനിക്ക്. ബ്രിഞ്ചാൽ ഫ്രൈയോ അതൊക്കെ മതി. ഭയങ്കര ഇഷ്ടം കഴിക്കാൻ. ഭയങ്കര കാറ്റാട്ടോ, ഭയങ്കര പറന്നു പോവാ. ഇനി വീട്ടിലെത്തിയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും പൊണ്ണു ബാബി എല്ലാവരും കൂടിയിട്ട് പ്ലേ ഏരിയയിൽ പോയിട്ട് കളിയും കാര്യങ്ങളൊക്കെയാവും. അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.